തിരുവനന്തപുരത്ത് വ്യവസായികളെ തട്ടിക്കൊണ്ടുവന്ന സംഭവത്തിൽ വിവരശേഖരണം തുടങ്ങി സംസ്ഥാന ഇന്റലിജൻസ്. തമിഴ്നാട് സ്വദേശികളായ വ്യവസായികളെയാണ് പാറശാലയ്ക്കടുത്ത് ഉദിയൻകുളങ്ങരയിൽ ചങ്ങലക്കിട്ട് പാർപ്പിച്ചത്. പോലീസ് ചമഞ്ഞായിരുന്നു വ്യവസായികളെ തട്ടിക്കൊണ്ടുവന്നത്. കേസിൽ കൊലക്കേസ് പ്രതികളടക്കം 2 പേരെ കൂടി പിടികൂടാനുണ്ട്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നുണ്ട്. മനീഷ്, ഇക്കാര്യത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? നിലവിൽ നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. ഇവർ 4 പേരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും 2 പേരെ, ഒരു കൊലക്കേസിലെ പ്രതികളൊക്കെ 2 പേരെ പിടികൂടാനുണ്ട്. നിലവിൽ ഈ 4 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവർ ഇതിനു മുൻപും ഈ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നും ബിസിനസ്സുകാർ, അതായത് അവിടെയുള്ള വ്യവസായികൾ പലരും ഈ ടാക്സ് വെട്ടിക്കലൊപ്പം തന്നെ കരിഞ്ചന്ത അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെ പ്രത്യേകമായി കണ്ടെത്തി ഇവരെ കേരളത്തിൽ നിന്നുള്ള പോലീസാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് വാഹനത്തിൽ അവിടെ എത്തി പോലീസ് വേഷത്തിലായിരിക്കും പലപ്പോഴും, കേരള പോലീസിൻ്റെ വേഷത്തിൽ നക്ഷത്രം ഉള്ള ടീഷർട്ട്, പോലീസിൻ്റെ യൂണിഫോം അടക്കം എത്തി. ഒപ്പം തന്നെ കേരള പോലീസിൻ്റെ തോക്കും തിരകളും അതിൻ്റെ വ്യാജ ID കാർഡും ഒക്കെ തന്നെ നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ എത്തുന്നതെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഒപ്പം തന്നെ പലതും വ്യാജമായി നിർമ്മിക്കാൻ കഴിയുമെങ്കിലും പോലീസ് ഉപയോഗിക്കുന്ന വിലങ്ങ് കൂടി ഇവർ കയ്യിൽ കരുതുന്നുണ്ട്. അത്തരത്തിൽ വിലങ്ങ് തന്നെ ഇവർ വ്യാജമായി നിർമ്മിച്ചാണ് ഈ തമിഴ്നാട്ടിലെത്തി അവരെ കസ്റ്റഡിയിലെടുക്കുന്നു എന്ന വ്യാജേന കൊണ്ടുവന്നിട്ട് അവരെ അതിർത്തിയിലെ വാടക വീട്ടിലെത്തിക്കുന്നു. അങ്ങനെ ഇവർ 2 തവണ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യൽ സമ്മതിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഇതിനു മുൻപ് ഉള്ള ആളുകളെ കേരളത്തിലെ അതിർത്തിയിലുള്ള വാടക വീട്ടിലെത്തിച്ച ശേഷം ഇവരെ മോചിപ്പിക്കണമെങ്കിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ശേഷം പിന്നീട് പണം അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം മാത്രമായിരിക്കും ഇവരെ പിന്നീട് എവിടെയെങ്കിലും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുറസായ സ്ഥലത്ത് വീണ്ടും തുറന്നു വിടുക. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇത് സ്ഥിരം ജോലിയാണ് ഇവരുടെ. ഈ രീതിയിൽ കേരള പോലീസ് ചമഞ്ഞ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിവരശേഖരണം നടത്തുകയാണ് സംസ്ഥാന ഇന്റലിജൻസ്. പോലീസിലെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് സേനയിൽ നിന്നുള്ള ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ ഇവരെ പിടികൂടാൻ എത്തിയതല്ല അന്വേഷണ സംഘം. ഇവർ ഒരു ഡാൻസ് ഓഫ് ടീം കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പാറശാലയിലെ ഒരു വീട്ടിലെത്തിയപ്പോഴാണ് ഈ രീതിയിൽ അവിടെ 2 പേരെ അവിടെ കിഡ്നാപ്പ് ചെയ്ത്, അതായത് തട്ടിക്കൊണ്ട് വന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുന്നതായി കണ്ടെത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അവരെ തട്ടിക്കൊണ്ട് വന്നതായി മനസ്സിലാവുകയും 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ 2 പ്രതികൾ കേരളം വിട്ടു, സംസ്ഥാനം വിട്ടു എന്നതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കി. GK. ശരി, മനീഷ് മഹിപാൽ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.